ഡിസംബർ 4, 2024 വെളുപ്പിന് 7 മണിയോട് അടുപ്പിച്ച് ന്യൂയോർക്കിൽ ബ്രയൻ തോംസൺ എന്ന പേരുള്ള യുണൈറ്റഡ് ഹെൽത്ത് കെയർ എന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ സിഇഒയെ ഒരാൾ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. 7:15 അടുപ്പിച്ച് തന്നെ ഈ വ്യക്തി മരിച്ചു എന്ന് ഹോസ്പിറ്റലുകൾ ഡിക്ലെയർ ചെയ്യുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് പോലീസിന് 3 ഷെൽ കേസിങ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്നിൽ ഡിനൈ എന്നും മറ്റൊന്നിൽ ഡിപ്പോസ് എന്നും മറ്റൊന്നിൽ ഡിഫെൻഡും എന്നുള്ള വാക്കുകൾ കാണാം. ഇത് 2010 ഇറങ്ങിയ ഡിലേ ഡിനൈ ഡിഫെൻഡ് എന്ന് പറയുന്ന ഒരു ബുക്കിനെ ആസ്പദമാക്കി വന്ന വാക്കുകളാണ് എന്നാണ് പറയുന്നത്. ഈ പുസ്തകം ബേസിക്കലി അമേരിക്കയിലെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ എങ്ങനെയാണ് വാലിഡായിട്ടുള്ള ക്ലെയിമുകളെ ഡിനൈ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അതിൽ നിന്ന് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെന്നും പറയുന്ന ഒരു പുസ്തകമായിരുന്നു. അധികം താമസിയാതെ തന്നെ സസ്പെക്റ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൂയിജി മഞ്ചിയോനി എന്ന് പറയുന്ന 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ സാധാരണ ഒരു വെടിവെപ്പ് ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരു പബ്ലിക് ഔട്ട്ക്രൈ ഉണ്ടാവാറുണ്ട്. ഇതൊരു തീവ്രവാദമാണ്, ഇതിങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല, ഇത് നമ്മുടെ പബ്ലിക് ലോ ആൻഡ് ഓർഡറിനെതിരാണ്, ഇങ്ങനെയുള്ള ചില മനോഭാവങ്ങളാണ് സാധാരണ രീതിയിൽ ഇത്തരം സംഭവങ്ങൾക്കെതിരെ ഉണ്ടാകുന്നത്. എന്നാൽ ഈ ഒരു സംഭവത്തിന് അതല്ല നടക്കുന്നത്. ഈ ഒരു വിഷയം നടന്നപ്പോൾ യുണൈറ്റഡ് ഹെൽത്ത് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആൻഡ് സർപ്രൈസിംഗ്ലി ആ ഒരു പോസ്റ്റിൽ സാഡ് റിയാക്ഷൻസിനേക്കാളും കൂടുതൽ ഹാപ്പി റിയാക്ഷൻസ് ആയിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിന് കിട്ടിയത്. സോഷ്യൽ മീഡിയയിലും പബ്ലിക്കിലും ഒക്കെ ലൂയിജി മഞ്ചിയോനിയയ്ക്ക് സപ്പോർട്ടായിട്ടാണ് ആളുകൾ വരുന്നത്. ബ്രയൻ തോംസൺ എന്ന് പറയുന്ന വ്യക്തി മരിച്ചതിൽ യാതൊരു തരത്തിലുള്ള സങ്കടവും ആളുകൾ കാണിക്കുന്നതല്ല ഇവിടെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്? അതാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്.